നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കുവൈറ്റിൽ ഊഷ്മള സ്വീകരണം. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൗദൽ സബ മുഖ്യമന്ത്രിയെ അൽബയാൻ പാലസിൽ സ്വീകരിച്ചു. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ നേതാക്കൾ പരാമർശിച്ചു. കുവൈത്തിന്റെ പുനർനിർമ്മാണത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സമൂഹം നൽകിവരുന്ന സേവനങ്ങളെ ഷെയ്ഖ് ഫഹാദ് പുകഴ്ത്തി. കേരളീയ സമൂഹത്തിന് കുവൈത്ത് ഭരണകൂടം നൽകിവരുന്ന സഹകരണത്തിനും പിന്തുണയ്ക്കും കുവൈത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹാദിനോട് മുഖ്യമന്ത്രി നന്ദി പറഞ്ഞു. കേരളത്തിലെ വിവിധ മേഖലയിലെ നിക്ഷേപ സാഹചര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കുവൈത്ത് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് മെമ്പർ ഷെയ്ഖ് മിഷാൽ ജാബർ അൽ അഹമ്മദ് അൽ സബാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി കുവൈത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് ഷെയ്ഖ് മിഷാൽ മുഖ്യമന്ത്രി അറിയിച്ചു. 24 കുവൈത്ത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈറ്റ് സന്ദർശനം കുവൈറ്റിലെ UDF പ്രവർത്തകർ വഞ്ചനാ ദിനമായി ആചരിച്ചു. ഫർവാനിയ കുവൈറ്റ് KMCC ഓഫീസിൽ നടന്ന ചടങ്ങ് കുവൈറ്റ് KMCC സംസ്ഥാന പ്രസിഡന്റ് നാസർ അൽ മഷ്ഹൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. OICC ആക്ടിംഗ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ബഹ്റൈനും ഖത്തറിനുമിടയിലെ യാത്രാ സമയം ഗണ്യമായി കുറക്കുന്ന ഫെറി ബോട്ട് സർവീസിന് തുടക്കമായി. ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തെയും ഖത്തറിലെ അൽ റുവൈസ് തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന ഈ പാതയിലൂടെയുള്ള ജലയാത്രയ്ക്കുള്ള സമയം 50 മുതൽ 80 മിനിറ്റിൽ താഴെ മാത്രമായിരിക്കും. റോഡ് മാർഗം 4.5 മണിക്കൂറാണ് ഖത്തറിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള നിലവിലെ ശരാശരി യാത്രാസമയം. എന്നാൽ പുതിയ ഫെറി സർവീസ് വരുന്നതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ യാത്രാസമയം കുറയുന്നതോടൊപ്പം റോഡ് മാർഗം ഡ്രൈവ് ചെയ്തു പോകുന്നതിലെ ബുദ്ധിമുട്ടും ഒഴിവാകും. ഖത്തറിനും ബഹ്റൈനുമിടയിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പരിഹരിച്ച ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സുദൃഢമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെയാണ് പുതിയ ഫെറി സർവീസ് ആരംഭിക്കുന്നത്. ബഹ്റൈനും ഖത്തറും തമ്മിലുള്ള സഹോദര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും സമുദ്ര ഗതാഗത മേഖലയിലെ ഗൾഫ് സംയോജന ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതാണ് പുതിയ സർവീസ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഗതാഗതം, ടൂറിസം, വ്യാപാര വിനിമയം എന്നിവ വർദ്ധിക്കുന്നതിനും പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും സുഖകരവും സുരക്ഷിതവുമായ ഗതാഗത മാർഗം ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ബഹ്റൈനും ഖത്തറിനുമിടയിലെ ബന്ധം കൂടുതൽ സുദൃഢമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസേനയുള്ള ഫെറി സർവീസിന്റെ ആദ്യഘട്ടമാണിതെന്നും തുടർന്ന് GCCയിലെ മറ്റ് രാജ്യങ്ങളുമായും സമുദ്രബന്ധം വിപുലീകരിക്കുമെന്നും ഉദ്ഘാടന യാത്രയ്ക്കിടെ ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുല്ല ബിൻ അഹമ്മദ് അൽ ഖലീഫ പറഞ്ഞു. ഫെറി സർവീസിൽ ദിവസേന 2 യാത്രകളാണ് ഉണ്ടാവുക. ആദ്യത്തേത് രാവിലെ 8 മണിക്കും രണ്ടാമത്തേത് രാത്രി 8 മണിക്കും. പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ബോട്ടിൽ 30 യാത്രക്കാർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ അവസരമുണ്ടാകും. മടക്കയാത്ര ഉൾപ്പെടെയുള്ള ടിക്കറ്റ് നിരക്ക് 251 ഖത്തർ റിയാൽ മുതൽ ആരംഭിക്കും. പ്രീമിയം ക്ലാസ് ടിക്കറ്റിന് 347 ഖത്തർ റിയാലാണ് നിരക്ക്. സമുദ്രപാതയുടെ പ്രവർത്തനത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി യാത്രക്കാർക്കായി നിശ്ചയിച്ചിട്ടുള്ള റൂട്ടും സൗകര്യങ്ങളും വിലയിരുത്തുന്നതിനായി ബഹ്റൈൻ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയത്തിലെ പ്രതിനിധി സംഘം റുവൈസ് തുറമുഖത്ത് ഈയിടെ ഫീൽഡ് സന്ദർശനം നടത്തിയിരുന്നു. അൻവർ പാലേരി, 24 ദോഹ. സൗദിയിലെ മലയാളി സംരംഭകർക്കായി ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബിഗ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. വിദേശ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വെല്ലുവിളികളും പരിഹാരങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. സൗദിയിലെ മലയാളി നിക്ഷേപകരിൽ സ്വയം സംരംഭകത്വ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. നവംബർ 29 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ജിദ്ദയിലെ വോക്കോ ഹോട്ടലിലാണ് പരിപാടി. AI വിദഗ്ധനായ ഒമർ അബ്ദുസലാം, സാമ്പത്തിക വിദഗ്ധനായ സാജിദ് പാറക്കൽ എന്നിവർ ക്ലാസുകൾ എടുക്കും. സൗദിയിൽ കൊമേഴ്സിന്റെ സാധ്യതകളും ബിസിനസ്സിൽ AI ചെലുത്തുന്ന സ്വാധീനവും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ധനസഹായ മാർഗങ്ങളുമെല്ലാം കോൺക്ലേവ് ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സൗദി അറേബ്യ നമുക്കറിയാം, സൗദി അറേബ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഡിജിറ്റൽ കൊമേഴ്സ് രംഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ മലയാളി സംരംഭകർ എങ്ങനെ ഇതിനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു വിഷയം തെരഞ്ഞെടുത്തത്. മലയാളി സംരംഭകരെ സൗദിയിലെ പുതിയ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ പ്രാപ്തരാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 0504331671 അല്ലെങ്കിൽ 0508227420 എന്ന സൗദി നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.
ചെറുകിട ഇടത്തരം ബിസിനസ്സുകാർക്കും സ്റ്റാർട്ടപ്പുകൾക്കും മികച്ച അവസരം നൽകുന്ന ബിബാൻ 2025 എക്സ്പോ റിയാദിൽ തുടങ്ങി. ആദ്യ ദിനം തന്നെ 22 ബില്യൺ റിയാലിന്റെ കരാറുകൾ ഒപ്പുവെച്ചു. ഒന്നാമത്തെ ദിവസം മേളയിൽ വെച്ച് 100-ലേറെ വിദേശികൾക്ക് പ്രീമിയം റെസിഡൻസി അനുവദിച്ചതായും അധികൃതർ അറിയിച്ചു. സൗദി തലസ്ഥാനമായ റിയാദിലാണ് ലോകത്തിലെ തന്നെ പ്രധാന സംരംഭകത്വ മേളയായ ബിബാൻ 2025 നടക്കുന്നത്. സൗദിയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ജനറൽ അതോറിറ്റിയായ മോൻഷാത്താണ് സംഘാടകർ. നവംബർ 5-ന് ആരംഭിച്ച മേള 4 ദിവസം നീണ്ടു നിൽക്കും. റിയാദ് ഫ്രണ്ട് എക്സിബിഷൻ ആൻഡ് കോൺഫറൻസ് സെന്ററാണ് വേദി. മേളയുടെ ആദ്യ ദിനം തന്നെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ സംരംഭകർക്ക് സൗദി പ്രീമിയം ഇഖാമ നൽകിയതായി പ്രീമിയം റെസിഡൻസി സെന്റർ അറിയിച്ചു. വിദേശികൾക്ക് സൗദിയിൽ നിക്ഷേപം നടത്താനും താമസിക്കാനും കൂടുതൽ ആനുകൂല്യങ്ങളും സ്വാതന്ത്ര്യവും നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി. ആദ്യ ദിവസം തന്നെ 22.3 ബില്യൺ റിയാലിന്റെ നിക്ഷേപ കരാറുകൾ മേളയിൽ ഒപ്പുവെച്ചു. പ്രമുഖ കമ്പനികൾ തമ്മിൽ 30-ലേറെ കരാറുകളും MOUകളും ഒപ്പുവെച്ചു. സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾക്കും വിപുലമായ അവസരമാണ് ബിബാൻ 2025 നൽകുന്നത്. 150-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള സംരംഭകരും നിക്ഷേപകരും നയരൂപീകരണ വിദഗ്ധരും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. കോളുകളും 200-ലേറെ പ്രസംഗകരും മേളയിലുണ്ട്. വിഷൻ 2030-ന്റെ ഭാഗമായി നിക്ഷേപങ്ങളുടെ ആഗോള കേന്ദ്രമായി സൗദിയെ മാറ്റുക, സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക തുടങ്ങിയവയാണ് മേളയുടെ ലക്ഷ്യം. 24 റിയാദ്. രണ്ടാമത് ഖത്തർ ബോട്ട് ഷോയ്ക്ക് ദോഹ ഓൾഡ് തുറമുഖത്ത് ഉജ്ജ്വല തുടക്കം. സമുദ്രമേഖലയിലെ വിവിധ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും ഖത്തറിന്റെ സമുദ്ര പൈതൃകവും വിളിച്ചോതുന്നതാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഓളപ്പരപ്പിലെ മഹോത്സവം. ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് സന്ദർശകരെയും VIP അതിഥികളെയും സമുദ്രപ്രേമികളെയും സ്വാഗതം ചെയ്താണ് രണ്ടാമത് ഖത്തർ ബോട്ട് ഷോയ്ക്ക് ദോഹ ഓൾഡ് തുറമുഖത്ത് തുടക്കമിട്ടത്. സമുദ്രമേഖലയിൽ ഖത്തർ കൈവരിച്ച നേട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. സമുദ്രമേഖലയിലെ വിവിധ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും ഖത്തറിന്റെ സമുദ്ര പൈതൃകവും വിളിച്ചോതുന്ന 4 ദിവസത്തെ മേളയ്ക്ക് ഇതോടെ തുടക്കമായി. 505 ആഗോള പ്രാദേശിക ബ്രാൻഡുകൾ, 85 പ്രദർശകർ, 25 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 65-ലധികം യാച്ചുകൾ എന്നിവ പ്രദർശനത്തിലുണ്ടാകും. ആദ്യ പതിപ്പിനെ അപേക്ഷിച്ച് പങ്കാളിത്തത്തിൽ 25% വർധനവ് രേഖപ്പെടുത്തിയതോടെ മേഖലയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമുദ്ര പ്രദർശനമായി ഖത്തർ ബോട്ട് ഷോ മാറുകയാണ്. മേളയിൽ പങ്കെടുക്കുന്ന 50%-ലധികം പ്രദർശകരും പ്രാദേശിക ഖത്തരി കമ്പനികളെ പ്രതിനിധീകരിക്കുന്നവയാണ്. യാച്ചിങ്ങിനും ആഡംബര ടൂറിസത്തിനും വളർന്നുവരുന്ന കേന്ദ്രമെന്ന നിലയിൽ ഖത്തറിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതുകൂടിയാണ് മേള. മാത്രമല്ല, മേളയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോട്ടുകളുടെ 55%-വും 2025 മോഡലുകളാണ് എന്നതും പ്രത്യേകതയാണ്. ഇത് ബോട്ട് ഷോയുടെ നൂതനത്വവും സാങ്കേതിക പുരോഗതിയുമാണ് അടയാളപ്പെടുത്തുന്നത്. കടലിനോടുള്ള ഖത്തറിന്റെ ആത്മബന്ധം പ്രതിഫലിപ്പിക്കുന്ന കലാസൃഷ്ടികൾ സന്ദർശകർക്ക് ആസ്വദിക്കാനും മേളയിൽ അവസരമുണ്ട്. സംസ്കാരം, വ്യാപാരം, സമൂഹം, ഈ 3 ഘടകങ്ങളെയും ഒരുമിപ്പിക്കുന്ന കേന്ദ്രമായി ഓൾഡ് ദോഹ പോർട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ പ്രദർശനം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. രാജ്യത്തിന്റെ സമുദ്രയാത്രയ്ക്ക് അഭിമാനകരമായ നിമിഷമാണ് 2025 ബോട്ട് ഷോയുടെ ഉദ്ഘാടന ചടങ്ങെന്ന് ഓൾഡ് ദോഹ തുറമുഖത്തിന്റെ സിഇഒയും ഖത്തർ ബോട്ട് ഷോ സംഘാടക സമിതി ചെയർമാനുമായ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുല്ല അൽ മുല്ല പറഞ്ഞു. ആദ്യ ദിവസത്തെ ശ്രദ്ധേയമായ സന്ദർശക പങ്കാളിത്തം സമുദ്ര വ്യവസായത്തോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു ദിവസത്തെ ടിക്കറ്റിന് 50 റിയാലാണ് നിരക്ക്. നവംബർ 5 മുതൽ 8 വരെയുള്ള എല്ലാ ദിവസത്തെയും പാസിന് 160 റിയാലാണ് നൽകേണ്ടത്. അൻവർ പാലേരി, 24 ദോഹ. ആദ്യമായി കോഫി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാനൊരുങ്ങി ബഹ്റൈൻ. ഡിസംബർ 9 മുതൽ 13 വരെയാണ് പരിപാടി. സഖീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ ഡിസംബർ 9 മുതൽ 13 വരെയാണ് ബഹ്റൈനിലെ ആദ്യത്തെ കോഫി ഫെസ്റ്റിവൽ നടക്കുക. ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി, എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ എന്നിവയുമായി സഹകരിച്ച് DXB ലൈവ് ആണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള കോഫി പ്രേമികളെയും പ്രൊഫഷണലുകളെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ബഹ്റൈൻ ഒരുങ്ങിക്കഴിഞ്ഞു. മത്സരങ്ങൾ, തത്സമയ പ്രദർശനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കോഫി നിർമ്മാണത്തിന്റെ മനോഹാരിത വ്യക്തമാക്കുന്ന സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. 24 ബഹ്റൈൻ. ചരിത്ര നീക്കത്തിനൊരുങ്ങി ഇന്ത്യൻ ഫുട്ബോൾ. ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ താരം റയാൻ വില്യംസ് വൈകാതെ ഇന്ത്യൻ ദേശീയ ടീമിനായി പന്തുതട്ടും. പതനത്തിന്റെ പടുകുഴിയിലുള്ള ഇന്ത്യൻ ഫുട്ബോളിന്റെ അതിജീവനത്തിലേക്കുള്ള പിടിവള്ളി. ഇന്ത്യൻ വംശജരായ വിദേശ താരങ്ങളെ
ദേശീയ ടീമിലേക്ക് എത്തിക്കണമെന്ന ദീർഘനാളത്തെ ആവശ്യം ഒടുവിൽ നടപ്പാവുന്നു. ചരിത്രത്തിലേക്ക് ബൂട്ടുകെട്ടാൻ ഒരുങ്ങുന്നത് ഓസ്ട്രേലിയൻ താരം റയാൻ വില്യംസും നേപ്പാളുകാരൻ അഭിനീത് ഭാരതിയും. ഓസ്ട്രേലിയൻ ദേശീയ ടീമിനായി ഒരു മത്സരം കളിച്ചിട്ടുള്ള റയാൻ വില്യംസിന്റെ അമ്മ മുംബൈയിൽ നിന്നുള്ള ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ നിന്നാണ്. മുത്തച്ഛൻ സന്തോഷ് ട്രോഫിയിൽ ബോംബെ ടീമിനായി പന്തു തട്ടിയിട്ടുണ്ട്. 2023 സീസൺ മുതൽ ISLൽ ബംഗളൂരു FCക്കായി പന്തു തട്ടുന്ന റയാൻ വില്യംസ് ഇന്ത്യൻ കോച്ച് ഖാലിദ് ജമീലിന്റെ സമ്മർദ്ദങ്ങളുടെ കൂടി ഫലമായാണ് ഇന്ത്യക്കൊപ്പം ചേരാൻ തീരുമാനമെടുത്തത്. ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കിയ റയാന് ഫുട്ബോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള NOC കൂടി കിട്ടിയാൽ കളിക്കാനാകും. നേപ്പാളിൽ നിന്ന് നൈജീരിയ വഴി ഇന്ത്യയിലെത്തിയ അഭിനീത് നിലവിൽ ബെൽജിയം ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന താരമാണ്. അഭിനീതിന് നേരത്തെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ടുണ്ട്. ഇരു താരങ്ങളും ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു ന്യൂസ് അപ്ഡേറ്റ് ഉണ്ട്. നേരത്തെ തൃശ്ശൂർ കുതിരാനിൽ ഒരു കാട്ടാന ഇറങ്ങി അവിടെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന വാർത്ത വന്നിരുന്നു. അതിൽ പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ എത്തുന്നു. അവിടെ കുങ്കി ആനകളെ എത്തിക്കുന്നു എന്നാണ് സൂരജ് സജി അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനെ തുരത്താനായാണ് അടിയന്തര ദൗത്യവുമായി വനംവകുപ്പ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കാൻ പോകുന്നത്. വയനാട്ടിൽ നിന്ന് 2 കുങ്കിയാനകളെ തൃശ്ശൂരിൽ എത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവിടെ ഒരു വീട് ആക്രമിച്ചു കാട്ടാന എന്ന വാർത്ത അല്പ സമയം മുൻപാണ് പുറത്തുവന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയാണ്. അവിടെ ഒരു പട്ടി കുരച്ച ശബ്ദം കേട്ടപ്പോഴാണ് അത് ആന ആക്രമിക്കാൻ ഓടിയെടുത്തത്. അങ്ങനെ ആ വീടിന്റെ ഗേറ്റ് തകർത്തു എന്നാണ് നേരത്തെ പുറത്തു വന്ന വിവരം. ഇപ്പോഴും ജനവാസ മേഖലയിൽ ആന തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുങ്കിയാനകളെ എത്തിച്ച് ആനയെ തുരത്താൻ, കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. സൂരജ് സജ്ജി ചേരുന്ന വിവരങ്ങളുമായി. സൂരജ്, അവിടെ ഇപ്പോഴും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കുങ്കിയാനകളെ തന്നെ എത്തിച്ച് ആനയെ തുരത്താനുള്ള ശ്രമത്തിലേക്ക് വനംവകുപ്പ് പോകുന്നത്, അല്ലേ? പ്രജിൻ, തീർത്തും ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ ജനവാസ മേഖലയിൽ എത്തിയ ആന ആദ്യഘട്ടം എത്തി മടങ്ങിപ്പോയതാണ്. 2ാം തവണ എത്തിയ ശേഷമാണ് ആന ഈ വീടിന് നേരെ ആക്രമണം നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു നായ ഈ ആനയെ കണ്ട് വല്ലാതെ കുരയ്ക്കുന്നുണ്ട്. അതോടുകൂടി പ്രകോപിതനായ ആന വീടിന് നേരെ പാഞ്ഞെടുത്ത് ആക്രമണം നടത്തുകയായിരുന്നു. മുൻവശത്തുണ്ടായിരുന്ന ഇരുമ്പ് തൂണടക്കം ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചൊടിച്ചതിന് ശേഷമാണ് ആന അവിടെ നിന്ന് ഓടിപ്പോയത്. പക്ഷേ രാത്രിയാണ്, അതുകൊണ്ട് തന്നെ ആന എവിടെയാണ് എന്ന് സംബന്ധിച്ചൊന്നും തന്നെ ആർക്കും ധാരണയില്ല. ഇപ്പോൾ ഈ നാട്ടുകാരോട് വനംവകുപ്പ് അറിയിക്കുന്ന, ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്ന വിവരം, ആരും വീടിന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് രാത്രി വരാനുള്ള ആളുകളോട് ഈ മേഖലയിലേക്ക് ഒരു കാരണവശാലും വരരുത്, ഇന്നത്തെ ദിവസം ഈ യാത്രകൾ ഒഴിവാക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വനംവകുപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ദ്രുതഗതിയിലേക്കുള്ള ഒരു ആക്ഷനിലേക്ക് വനംവകുപ്പ് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകൾ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. നാളെ പുലർച്ചയോടുകൂടി കുങ്കിയാനകളെ തൃശ്ശൂരിലെത്തിക്കുക, അതിനുശേഷം ഈ ആനയെ കാട് കയറ്റാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കുക എന്നതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. 2 പ്ലാനുകളാണ് ഇത് സംബന്ധിച്ച് വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. ഒന്ന്, ആനയെ കുങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് കാട് കയറ്റിയതിനു ശേഷം സോളാർ ഫെൻസിംഗ് ഇട്ട് അത് അടയ്ക്കുക എന്നുള്ളതാണ്. കുതിരാൻ ഈ തുരങ്കം വന്നതിന് ശേഷമാണ് ഈ കുതിരാൻ മലയിറങ്ങിയ ആന ഈ ജനവാസ മേഖലയിലേക്ക് എത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ കുതിരാൻ മലയോട് ചേർത്ത് ഒരു ഫെൻസിംഗ് ഇട്ട് ആനയെ കാട് കയറ്റുക എന്നുള്ളതാണ്. പക്ഷേ അത്തരം ഒരു ദൗത്യത്തിലേക്ക് കടക്കാനായില്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ ദൗത്യം പൂർത്തിയാക്കാനായില്ലെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുക എന്നതുകൂടി ഒരു പ്ലാൻ ബി എന്നത് വനംവകുപ്പിന്റെ മുന്നിലുണ്ട്. പക്ഷേ ആദ്യ പ്ലാൻ തന്നെ വിജയം കാണാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും 2 കുങ്കികളെ ഇപ്പോൾ എത്തിക്കുന്നു, അടിയന്തര ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വാച്ചർ ആക്രമിച്ച ആനയാണ്, വനംവകുപ്പിൽ ഒരു ജീപ്പ് ആക്രമിച്ച ആനയാണ്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിൽ ഈ ആന തുടർച്ചയായി അക്രമം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ ആശങ്കപ്പെടുത്തുന്നത്. ഇന്ന് രാത്രിയും വീടിന് നേരെ ഈ നായ കുരച്ചപ്പോൾ തന്നെ പ്രകോപിതനായി ആന ആക്രമിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇതേ ആന അത് ഇപ്പോൾ എത്ര നാളുകളായി ഇതേ മേഖലയിൽ ഇങ്ങനെ വരുന്നുണ്ട്? അതെന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോകുന്നത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നൊരു സ്വാഭാവികമായ ചോദ്യമുണ്ടല്ലോ. ചോദിച്ചതുപോലെ തന്നെയാണ്. അതായത് 1 മാസത്തിനടുത്താകുന്നു ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ഇത്തരത്തിൽ ഈ രാത്രികാലങ്ങളിലൊക്കെ എത്തി വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വലിയ പരാതി ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ 2 ആഴ്ച മുൻപാണ് ആന ഈ വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് പോയത്. കഴിഞ്ഞ ആഴ്ച വാച്ചറെ ആക്രമിക്കുന്നു. ഇതോടുകൂടിയാണ് ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. വനം മന്ത്രി തന്നെ ഒടുവിൽ നേരിട്ടെത്തി ഈ സ്ഥലത്തെത്തിയ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് വനം മന്ത്രി ഉറപ്പ് നൽകിയതാണ് ദിവസങ്ങൾക്ക് മുൻപ്. പക്ഷേ ഈ കുങ്കികളെ എത്തിക്കുന്നതിലടക്കം
കാരണം ചില സാങ്കേതിക തടസ്സങ്ങൾ അടക്കമുണ്ടായിരുന്നു. അതിനിടയിലാണ് ആന വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ഇതോടുകൂടിയാണ് ഇന്ന് തന്നെ ആനയെ എത്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ആനയെ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. 2 കുങ്കികളെ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തൃശ്ശൂരിലേക്ക് എത്തിക്കാനുള്ള നടപടിയാണ് തുടങ്ങിയിരിക്കുന്നത്. പുലർച്ചയോടുകൂടി ഒരു 5 മണി 5:30 ആനയെ തൃശ്ശൂരിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ DFO തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ രാവിലെ എത്തിയതിനു ശേഷം പുലർച്ചെ സമയത്ത് ആനയെ ഒത്തുകിട്ടിയാൽ സ്വാഭാവികമായും ആനയെ കാട് കയറ്റുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് കടക്കും. രാവിലെ സമയമാണ്, അതുകൊണ്ട് തന്നെ ആക്ഷനുള്ള ഒരു സാധ്യത വനംവകുപ്പ് കാണുന്നുണ്ട്. അല്ല പകൽ സമയത്ത് ആനയെ ജനവാസ മേഖലയോട് ചേർന്ന് എവിടെയെങ്കിലും കെട്ടിയാൽ കുങ്കികൾ ഉപയോഗിച്ച് കാട് ാണ് ലക്ഷ്യം വെക്കുന്നത്. ഇല്ലെങ്കിൽ ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു ഒത്ത സമയത്തിന് വേണ്ടി വനംവകുപ്പിന് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് പോകുമെന്ന് വനംവകുപ്പും വനമന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതുമാണ്. പ്രജിത്ത്, കുതിരാലിലാണ് കാട്ടാന ഇറങ്ങിയ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്. വലിയ ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ കഴിയുന്നത്. ഈ രാത്രി അല്പസമയം മുൻപാണ് ഒരു വീട് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. അവിടെ ഇപ്പോഴും ആന ഉണ്ട് ജനവാസ മേഖലയിൽ തന്നെ എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുരത്താനാണ് ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കാനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. 21ാമത് സിഫ് ചാമ്പ്യൻസ് ലീഗിന് നാളെ ജിദ്ദയിൽ തുടക്കം. വൈകുന്നേരം 5 മണിക്ക് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്ന് സൗദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ഭാരവാഹികൾ അറിയിച്ചു. ആദ്യ ദിവസം A ഡിവിഷനിൽ സാബിൻ FC യാംബു FCയെ നേരിടും. B ഡിവിഷനിൽ ഫ്രണ്ട്സ് ജൂനിയർ സോക്കർ ഫ്രീക്സ് സീനിയേഴ്സിനെയും ന്യൂ കാസിൽ FC ACC B ടീമിനെയും നേരിടും. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും മാർച്ച് പാസ്റ്റും ഉണ്ടാകും. സൗദി അറേബ്യയിലെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള പ്രഗത്ഭരായ കളിക്കാർക്ക് പുറമെ നാട്ടിൽ നിന്നുള്ള സന്തോഷ് ട്രോഫി, ISL, IPL താരങ്ങളെ ഉൾപ്പെടുത്തി ശക്തമായ താരനിരയുമായാണ് ടീമുകൾ ടൂർണമെന്റിന് എത്തുന്നത്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ അൽ ഖുബാർ കോർണിഷ് സോക്കർ ക്ലബ് 26ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി +40 സൂപ്പർ കപ്പ് സീസൺ 7 ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. പ്രവിശ്യയിലെ മുൻകാല ഫുട്ബോൾ കളിക്കാർ തമ്മിൽ മാറ്റുരയ്ക്കുന്ന ആവേശകരമായ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നവംബർ 13-ന് തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മറ്റു റിപ്പോർട്ടുകളിലേക്കാണ് ഇനി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വീണ്ടും അറസ്റ്റ്. മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു അറസ്റ്റിലായി. കേസിൽ 7ാം പ്രതിയാണ് KS ബൈജു. വൈദ്യപരിശോധന പൂർത്തിയാക്കി KS ബൈജുവിനെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും നെല്ലുണക്കാൻ ചെറുകിട നെൽകർഷകർക്ക് ആശ്വാസമായി അമൃത സർവകലാശാലയുടെ നൂതന സാങ്കേതിക വിദ്യ. മഴക്കാലത്തും വിളവുണക്കാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനമാണ് അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്റർ വികസിപ്പിച്ചത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ പിന്തുണയോടെ വികസിപ്പിച്ച ഈ സംവിധാനം ഉപയോഗിച്ച് നെല്ലിന്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടാതെ ഉണക്കിയെടുക്കാൻ സാധിക്കുമെന്ന് അമൃത ടെക്നോളജി എനേബിളിംഗ് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് പ്രൊഫസർ സുരേന്ദ്രൻ പറഞ്ഞു. അമൃത TC ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രൊഡക്റ്റാണ് അമൃത ഡീഹൈഡ്രേഷൻ സിസ്റ്റം. ഇതിൽ 300 മുതൽ 400 കിലോ വരെ 4 മണിക്കൂർ കൊണ്ട് അവർക്ക് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഇത് ഉണക്കിയെടുക്കുന്നതിന് അവർ 2 ദിവസം ഉപയോഗിച്ചിരുന്നു. അതിലേതെങ്കിലും ദിവസം മഴയാണെങ്കിൽ അവർക്ക് ആ ഉണക്കൽ നടക്കുമായിരുന്നില്ല. അപ്പോൾ അവരുടെ അരി നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോൾ ഇത് അവർക്കൊരു ശങ്കയും കൂടാതെ നെക്സ്റ്റ് ഡേ തന്നെ അവർക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. 4 മണിക്കൂറിനുള്ളിൽ ഉണക്കിയെടുക്കാൻ പറ്റും. So Amrita Vishwavidyapeetham is well known for the compassion-driven innovation approach that's extremely core to its vision and mission laid out by its chancellor. And this project actually helped us extend this vision to the farmer community. ഇവിടെയാണെങ്കിൽ ജൂൺ മുതൽ ഡിസംബർ വരെ 6 മാസം മിക്കവാറും ഒന്നിടവിട്ട ദിവസങ്ങളിൽ മഴയാണ്. അപ്പോൾ നമ്മൾ കൊയ്ത നെല്ല് ഉണക്കിയെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടായ കാരണം ഇപ്പോൾ 1-ാം വിള നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മെഷീൻ വന്നതിന് ശേഷം നമുക്കത് സുഖമായിട്ട് ചെയ്യാൻ പറ്റണം. ഇൻകാസ് ഖത്തർ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അമേരിക്കൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ PK സുലൈമാൻ, റഹീം റയ്യാൻ അനുസ്മരണ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇൻകാസ് ജില്ലാ പ്രസിഡന്റ് ഷമീർ മട്ടന്നൂരിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ 100-ലധികം ആളുകൾ രക്തം ദാനം ചെയ്തു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ റിയാദ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹോത്സവം എന്ന പേരിൽ കലാവിരുന്ന് സംഘടിപ്പിച്ചു. റിയാദ് മലാസിൽ അബ്ദുൽ മജീദ് പുളക്കാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകനും ഗായകനുമായ കൊച്ചിൻ ഷമീർ, ഗായിക സന ബദർ, പ്രവാസി ഗായകൻ കാസിം കുറ്റ്യാടി എന്നിവർ അവതരിപ്പിച്ച കലാവിരുന്നുകളും പരിപാടിയിൽ അരങ്ങേറി. കേരള പ്രവാസി അസോസിയേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ ഈ തവണത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സ്നേഹാദരവ് ഡോക്ടർ അബ്ദുൽ ഖാദർ അസീസ് കടലുണ്ടിക്ക് സമർപ്പിച്ചു.
ഇതോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.